അങ്ങനെ നമ്മുടെ ജേണൽ സെറ്റും നമ്മുടെ ഡയറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജേണലിങ് ചെയ്താലോ? ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഗൈസ്. അങ്ങനെ ഞാനെന്താ ജേണലിങ് ചെയ്യാൻ പോവുകയാണ്. സൈഡ് കത്തിച്ച് വെച്ച മെഡിസിൻ്റെ കവറാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അതിന് നമ്മുടെ ബുക്കിൻ്റെ പേജിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ശേഷം പാറ്റേൺ പേപ്പർ, സ്റ്റിക്കേഴ്സ് എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുകയാണ്. ഇത് സെറ്റ് ചെയ്ത സമയത്ത് എനിക്ക് ന്യൂസ് പേപ്പർ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാം. ഈ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറൊക്കെ ചിലവർ ഈ വിൻറ്റേജ് ജേണലിങ്ങിൽ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കട്ട് ചെയ്തൊക്കെ. അത് നല്ല രസമായിരിക്കും. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കിട്ടുന്നവർ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടുത്തൊരു കലണ്ടറാണ് ഞാൻ വരയ്ക്കുന്നത്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് വരച്ചതിന് ശേഷം ഒരു ബ്രൗൺ കളറ് ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ വരച്ച ഷെയ്ഡിനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഞാൻ മാർക്കർ യൂസ് ചെയ്ത് വരയ്ക്കുകയാണ്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇതിലൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, കണ്ടുപിടിക്കുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് ഡേറ്റൊക്കെ ഒന്ന് എഴുതി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കലണ്ടർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത്രയും ആയപ്പോഴാണ് നമ്മുടെ വാഷിംഗ് ടേപ്പ് നമ്മൾ ഉപയോഗിച്ചില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ വന്നത്. ഉണ്ടാക്കി വെച്ചിട്ട് അത് ഉപയോഗിക്കാതിരുന്നാലും മോശമല്ലേ. അതുകൊണ്ട് ഞാൻ അതിനെ അടുത്തൊരു സൈഡിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ കുറച്ച് അളവെടുത്ത് ഞാൻ ഒട്ടിക്കുന്നുണ്ട്. ഇത് ശരിക്കും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് അങ്ങനെ വാരി കോരിയെടുത്ത് ഒട്ടിക്കുകയാണ്. ഓവറാവുമെന്ന് തോന്നിയപ്പോൾ അവിടെ വെച്ചങ്ങ് നിർത്തി. ഇനി കോട്സും കൂടി എഴുതണ്ടേ, അങ്ങനെ കോട്സും കൂടി എഴുതുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ബുക്ക് മാർക്കും കൂടെ വെച്ച് നമുക്കങ്ങ് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ജേണലിങ് കൂടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ജേണലിങ് ആണ്, അതുകൊണ്ട് ചെറിയ കുറ്റങ്ങളൊക്കെ കാണും, ക്ഷമിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ കമൻറ്റ് മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യാനും കേട്ടോ.